ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ബ്രൊമാൻസ് പടം നമ്മൾ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് അരുൺ ഡി ജോസ് എന്ന് പറയുന്ന ആളാണ്. പടത്തിനകത്ത് കാസ്റ്റ് എന്ന് പറയുമ്പോൾ അർജുൻ അശോകനുണ്ട്, മഹിമ നമ്പ്യാരുണ്ട്, മാത്യു തോമസ് ഉണ്ട്, കലാഭവൻ ഷാജോൺ ഉണ്ട്, ബിനു പപ്പു ഉണ്ട്, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ്. സോ പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൺ എന്റർടൈനർ ആയിട്ട് പോകുന്ന ഒരു പടമാണ്. സോ ഒരു ബ്രദറിനെ തപ്പി ഒരു ബ്രദർ പോകുന്നു, ബ്രദറിന്റെ ഫ്രണ്ട്സുമായിട്ട് ബിങ്കിളാവുന്നു, പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളും പിന്നീട് അവിടെ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ബ്രോ മാൻസ് പടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് കുറെ നാൾക്ക് ശേഷം നല്ല രീതിക്ക് കുറച്ചൊക്കെ അത്യാവശ്യം ചിരിച്ചു നല്ല കിഡുമായിട്ട് നമ്മൾ ഇന്ന് കണ്ട ഒരു പടമാണ് ബ്രൊമാൻസ്. അപ്പൊ ഇതിനകത്ത് മാത്യു തോമസ് ആണ് മെയിൻ ലീഡായിട്ട് പോകുന്നത്. ഓവറോൾ ഇതിനകത്ത് എല്ലാവരും നല്ല നൈസ് പെർഫോമൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എക്സ്പെഷ്യലി എടുത്ത് പറഞ്ഞ സംഗീത് നമ്മുടെ പ്രേമലുവിനകത്ത് നമ്മുടെ നസ്രിന്റെ കോ പാർട്ട്ണറായിട്ട് അഭിനയിച്ച സംഗീത് ജാതി സാധനമാണെന്നറിയോ പുള്ളി അതിനകത്ത്. പുള്ളി സ്ക്രീനിൽ കാണിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ലാസ്റ്റ് എൻഡ് വരെ പുള്ളി അന്യായ സ്കോറിംഗ് ആണ്. സെക്കൻഡ് ഹാഫിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് അഴിഞ്ഞാടുക. സംഗീതത്തിനകത്ത് ആക്ച്വലി ഒരു ഹാക്കർ, എത്തിക്കൽ ഹാക്കറായിട്ടാണ് പുള്ളിയുടെ റോളിനകത്ത് വരുന്നത്. അന്യായ ടൈമിംഗ് ആണ്. ഒരു സാധനം ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ എന്നാടാ പിടിച്ചോ അതിന്റെ മറുപടി എന്നുള്ള രീതിക്കാണ് സംഗീതിന്റെ പല കൗണ്ടറുകളും വരുന്നത്. ഓഫ് കോഴ്സ് പ്രേമവിന് ശേഷം സംഗീതത്തിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. ഈ പടമാണ് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫാൻ ബേസ് ഉണ്ടാവുന്നതായിരിക്കും എന്തായാലും. സോ എന്തായാലും നൈസ് പടമാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയി കാണുക ബ്രൊമാൻസ്. നല്ലൊരു ബ്രദർഹുഡ് പടമാണ് ബ്രൊമാൻസ്. അപ്പൊ അത്ര ബൈ.